വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 24:29 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാന വിഷയമാക്കുക. സംഭവം ലോകാവസാനവും മരണവുമൊക്കെ ആയതുകൊണ്ട് കേൾവിക്കാരും വായനക്കാരും കൂടും. ചത്തുകഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ? ശിഷ്യന്മാരുടെ നിരന്തരമായ ചോദ്യങ്ങളെ ബുദ്ധിമുട്ടിയ ഗുരു അരിശപ്പെട്ട് ചോദിച്ചു, ചാവുന്നതിന് മുമ്പ് നീ ജീവിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കൂ. എത്രയിടങ്ങളിലാണ് ഈ അവസാന കഥ അറിയാൻ ജിജ്ഞാസുമായി നിങ്ങളും ഞാനും അറിഞ്ഞിട്ടുള്ളത്. എത്ര പേരാണ് എന്തിൻ്റെയൊക്കെ പേരിൽ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പല വചനമേശകളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്നത് ഭയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആത്മാവുകളാണ്. നിരന്തരം എന്നാൽ അവൻ ഒരേ ഒരു കാര്യം മാത്രം ആവർത്തിച്ചുകൊണ്ടിരുന്നു, ഭയപ്പെടേണ്ട. കാലത്തിൻ്റെ അടയാളങ്ങൾ ഭീതിതരാകുവാൻ കാരണങ്ങളില്ല. കാരണം പൗലോസിനെ പോലെ നമുക്കും ആകണം, ഞാൻ നല്ലവണ്ണം ഓടി, നല്ലവണ്ണം യുദ്ധം ചെയ്തു. അങ്ങേ തീരത്ത് മഹത്വകിരീടം നമുക്കായി അവൻ കരുതി വച്ചിട്ടുണ്ട്. വിശ്വസ്തയുടെ, സാഹോദര്യത്തിൻ്റെ, സൽപ്പേരിൻ്റെ ലോകങ്ങൾ ആരൊക്കെയോ അനാഥമാക്കുന്ന വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ. ഒരു മാത്ര കൂടെ അയാളെ, ആ പഴയ സുഖത്തിന്, ജീവിത പങ്കാളിയെ, കുഞ്ഞിനെ, വൃദ്ധരായ മാതാപിതാക്കളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ സാധിച്ചാൽ ആ ജീവിതങ്ങളൊക്കെ പൂത്തു തളിർക്കും. ദൈവത്തെക്കുറിച്ച് പറയുക എന്ന് വെച്ചാൽ പൂക്കുകയും തളിർക്കുകയുമാണെന്ന് നമ്മളോട് പറഞ്ഞത് നിക്കോസ് കസൻസാക്കിസാണ്. പിതാവിനല്ലാതെ മറ്റാർക്കും അറിയാനാവാത്ത വിധം മുദ്ര വെച്ച് അടച്ചു വച്ചിരിക്കുന്ന ലോകാവസാന നാളിനെ ഓർത്ത് ഭയപ്പെട്ടിരിക്കാതെ ജീവനുള്ള കാലം വരെ സഹജീവികൾക്ക് വെളിച്ചവും വെള്ളവും തണലുമായിരിക്കാൻ മരണത്തിനു മുമ്പേ തന്നെ അവൻ ആഗ്രഹിച്ചതുപോലെ വിശുദ്ധരായി ജീവിക്കാൻ ഈ വചനഭാഗം നമുക്ക് കൈവിളക്കായി മാറട്ടെ. ഇന്ന് നാം പരിചയപ്പെടുന്ന വിശുദ്ധ തോമസ് വില്ലനോവ. സ്പെയിനിൽ കാസ്റ്റിൽ ജനിച്ച തോമസിൻ്റെ വിദ്യാഭ്യാസം വില്ലനോവയിൽ നടത്തിയതുകൊണ്ട് വില്ലനോവ എന്ന ഉപനാമതയുമുണ്ടായി. മാതാപിതാക്കൾ നൽകിയ ജീവിത മാതൃക അനുസരിച്ച് അനേകം ദരിദ്രരെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ തോമസ് വില്ലനോവ. ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഉപവിപ്രവർത്തികളുടെ നീണ്ട ശൃംഖലയായിരുന്നു. അങ്ങയുടെ കരങ്ങൾ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് വില്ലനോവ നിര്യാതനായത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. God bless you.